നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. രണ്ട് വ്യത്യസ്ത ടീമുകൾ, രണ്ട് വ്യത്യസ്ത രാജ്യങ്ങൾ, രണ്ട് വ്യത്യസ്ത ലീഗുകൾ. പക്ഷേ അർജൻറ്റീനക്കാർക്കെല്ലാം ഒരുപോലെയാണ്. രണ്ടിടങ്ങളിൽ രണ്ട് താരങ്ങൾ ഞെട്ടിച്ച രണ്ട് ഫ്രീ കിക്ക് ഗോളുകൾ അടിക്കുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അർജൻറ്റീനക്കാർ ഫ്രീ കിക്ക് കൊണ്ട് വിസ്മയം തീർത്ത രാത്രി. യെസ്, ഹുലിൻ ആൽവാരസ് എന്തൊരു ഷോട്ടായിരുന്നു അത്. അത്ര ദൂരെ നിന്ന് അത് അദ്ദേഹം വലയിലേക്ക് അടിച്ചു കയറ്റുമെന്ന് സഹതാരങ്ങൾ പോലും കരുതിയിട്ടുണ്ടാവില്ല. അതാണ് അവരുടെ റിയാക്ഷൻ അത്തരത്തിൽ വന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്നലെ വിജയിച്ച് കയറിയ മത്സരം 4-1 റയൽ ബെറ്റീസിനെ തകർത്ത് വിട്ട മത്സരം. ആ കളിയിൽ ഹുലിൻ ആൽവാരസ് ഞെട്ടിച്ച ഫ്രീ കിക്ക് ഗോൾ കണ്ടെത്തി. കഴിഞ്ഞില്ല. മറുഭാഗത്ത് എസ് റോബക്ക് വേണ്ടി ലിയാൻഡ്രോ പെരേഡസും അതുപോലൊരു ഫ്രീ കിക്ക് വ്യത്യസ്തമായിട്ടുള്ള ആംഗിളിൽ നിന്നാണ്. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ ഏറെ അകലെ നിന്ന് അടിച്ചു കയറ്റിയ മനോഹരമായിട്ടുള്ളൊരു ഷോട്ടായിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്നലെ 4-1 റയൽ ബെറ്റീസിനെ തോൽപ്പിച്ചപ്പോൾ ഹുലിൻ ആൽവാരസ് ബ്രേസാണ് നേടിയത്. പിന്നെ നോർമാൻഡും കൊറേയും ഓരോ ഗോളുകൾ കണ്ടെത്തി. കൊറേയ ഇന്നലെ ആരാധകരോട് കരഞ്ഞുകൊണ്ട് വിട പറയുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. എന്തായാലും വാട്ട് എ സീസൺ ഫോർ ഹുലിൻ ആൽവാരസ്, അത് പറയാതിരിക്കാൻ വയ്യ. 32 ഗോളുകളും 8 അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ഫ്രീ കിക്ക് ഗോളാണ് ഇന്നലെ എസ് റോമക്ക് വേണ്ടി ലിയാൻഡ്രോ പെരേഡസിൻ്റെ വക വന്ന. അദ്ദേഹത്തിൻ്റെ ആ ഒരു സെലിബ്രേഷനിൽ തന്നെ എല്ലാം ഉണ്ട്. അദ്ദേഹം അത് എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു അത് വലയിലേക്ക് അടിച്ചു കയറ്റാൻ എന്നുള്ളത്. അങ്ങനെ ഇന്നലത്തെ ആ ഒരു മത്സരം 3-1 AC മിലാനെ പരാജയപ്പെടുത്തിയ എസ് റോമ കളിയുടെ 58ാമത്തെ മിനിറ്റിലാണ് പെരേഡസിൻ്റെ ഗോൾ വന്നത്. മാൻസിനിയും അതുപോലെ ക്രിസ്റ്റൻ്റെയും അവർക്ക് വേണ്ടി ഗോളടിച്ചു. ഹാവ് ഫെലിക്സ് ഒരു ഗോൾ മിലാന് വേണ്ടി അടിച്ചെങ്കിലും മിലാനെ സംബന്ധിച്ചിടത്തോളം ഇത് നിരാശജനകമായ സീസണാണ്. അവർ 9ാം സ്ഥാനത്താണ്. ഇത്തവണ അവർ യൂറോപ്യൻ കോമ്പറ്റീഷന് യോഗ്യത ഉറപ്പാക്കാതെ പുറത്താവുന്ന ഒരു സ്ഥിതിവിശേഷം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.